മാസ് കഥാസ് വിശ്വാക്സൻ നായകനായിട്ടുള്ള ഗാങ്സ് ഓഫ് ഗോദാവരി. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ഗാങ്സ്റ്റർ സിനിമയാണ്. ചെറിയ നിലയിൽ നിന്ന് ഒരു ഉടായ്പകളെ കാണിച്ച് ഗാങ്സ്റ്റർ ആവുന്നു, അവിടെ നിന്ന് പിന്നെ കുറേ ഉടായ്പ കാണിച്ച് പൊളിറ്റീഷ്യൻ ആവുന്നു. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കഥ. അതിനിടയ്ക്ക് വരുന്ന കുറേ ഡബിൾ ഗെയിമിങ്ങും ചോരക്കളികളും റൊമാൻസും ഒക്കെ തന്നെയാണ് സിനിമയുടെ കഥ. സിനിമ നല്ല രീതിയിൽ ബോറായിരുന്നു കേട്ടോ, നല്ല വെറുപ്പിക്കൽ സിനിമയായിരുന്നു. വിശാക്സൻ ആണെങ്കിൽ ഒരു രീതിയിലും ചേരുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പുള്ളീനെ. പുള്ളിയുടെ ഓവർ അഭിനയം കൊണ്ടാണോ അതോ പുള്ളിയുടെ കഥാപാത്രം കൊണ്ടാണോ എന്ന് അറിയത്തില്ല. കണ്ണിങ് ആയിട്ടുള്ള കഥാപാത്രമായിരുന്നു, അതുകൊണ്ടാണ് അറിയത്തില്ല. ഒരു രീതിയിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനായിരുന്നു എനിക്ക് ഇതിൽ ഏറ്റവും മേജർ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി സംഭവങ്ങളൊക്കെ കണ്ടത് തന്നെയാണ്. റൊമാൻസ് ആണെങ്കിൽ തന്നെ അഞ്ജലി പുള്ളിയുടെ ഒരു കീപ്പായിട്ടാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഈ ഗാങ്സ്റ്റർ ആയിട്ടുള്ള സിനിമകൾ കാണുമ്പോൾ ഉള്ള സംഭവമാണ്, ഗാങ്സ്റ്ററായിട്ട് ഇരിക്കുമ്പോൾ റൊമാൻസ് മിക്കവാറും പ്രേമിക്കുന്നത് കാശുകാരനായിട്ടുള്ളൊരു പെണ്ണായിരിക്കും. അതേപോലെ തന്നെയാണ് ഇതിനകത്തും. കാശുകാരത്തായിട്ടുള്ള പെണ്ണ് പിന്നെ സ്നേഹിക്കുന്നു, ആദ്യമൊക്കെ കുറേ പ്രശ്നമാവും, അവസാനം ഇവളുടെ സ്നേഹം കാരണം ഇവൻ നന്നാവും. അത് തന്നെയാണ് ഇതിൻ്റെ കഥയും വരുന്നത്. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നുമില്ല. എനിക്ക് ആ വിശ്വക്സൻ്റെ ഇത് കാരണം തന്നെയാണ് എനിക്ക് സിനിമ കാണാൻ തീരെ തോന്നാതായി പോയത്. ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. താങ്ക്